നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള ഭാഗം, അതായത് സബ് കോൺഷ്യസ് മൈൻഡാണ്. നിങ്ങളുടെ ചിന്തകൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ ഇവയെല്ലാം നിങ്ങൾ കാണുന്ന യാഥാർത്ഥ്യമായി മാറുന്നു. ചേഞ്ച് യുവർ തോട്ട്സ് ആൻഡ് യു ചേഞ്ച് യുവർ വേൾഡ്. ദ പവർ വിത്തിൻ യു. നിനക്കുള്ളിലെ അത്ഭുത ശക്തി. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ നൽകുന്നത്. അതിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, നമുക്ക് വിശ്വാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ബിലീവ് ഇൻ യുവർ ഇന്നർ പവർ. ദ യൂണിവേഴ്സ് ഈസ് ലിസണിങ്. വാട്ട് യു തിങ്ക് യു ബിക്കം. നിന്റെ ചിന്തകളാണ് നീ. നീ എപ്പോഴും ചിന്തിക്കുന്നത് തന്നെയാണ് നീ. പോസിറ്റീവായിട്ടുള്ള തോട്ട്സ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്നത് എങ്കിൽ പോസിറ്റീവായിട്ടുള്ള ലൈഫാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഏതൊരു കാര്യത്തിലായിക്കോട്ടെ, നമുക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, അത് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യൂല, ഫിയർ വരില്ല. മനസ്സിൽ ഫെയ്ത്ത് നിറച്ചാൽ അവിടെ നിന്നും ഭയം മാഞ്ഞു പോകും. ഏതൊരു കാര്യത്തിനും നമ്മൾ കൊണ്ട് സാധിക്കുമെന്നുള്ള തോന്നലോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മാത്രമല്ല ആ സംഭവം നമുക്ക് നേടിയെടുക്കാനും കഴിയും. ഓരോരുത്തരുടെയും മനസ്സിൽ ഹീലിംഗ് സംഭവിക്കുന്നത് ലവ്, പീസ്, ഫോർഗീവ്നെസ് ഇവയൊക്കെ മനസ്സിൽ നിറച്ചാൽ ശരീരവും മനസ്സും സുഖപ്പെടും. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹെൽത്തിനെ പോലും ഇത് സ്വാധീനിക്കും. നമ്മൾ ഏത് തരത്തിലാണോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ, വിട്ടുകൊടുക്കലിലൂടെയാണോ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, തീർച്ചയായിട്ടും നമുക്ക് അവിടെ സക്സസ്സിലെത്താൻ കഴിയും. നമുക്ക് നല്ല മൈൻഡ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാനും സമാധാനത്തോടെ ഇരിക്കാനും കഴിയും. വിഷ്വലൈസേഷൻ പവർ. മനസ്സിൽ കാണുന്ന ദൃശ്യങ്ങൾ അത് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഏത് ജീവിതം ആഗ്രഹിക്കുന്നുവോ അത് മനസ്സിൽ അനുഭവിക്കുക, അത് കാണുക. വീടായിക്കോട്ടെ, വാഹനങ്ങളായിക്കോട്ടെ, സമാധാനമുള്ള ലൈഫ് എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അത് മനസ്സിൽ കാണുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ യാഥാർത്ഥ്യമാക്കി തരും. അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ പാടെ എടുത്ത് കളയണം. എനിക്ക് അതിന് പറ്റൂല, ഇതിന് പറ്റൂല, എന്നെ കൊണ്ടാവൂല, അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത്തരത്തിലുള്ള എന്തൊക്കെ പറയുന്ന ശീലങ്ങളുണ്ടോ അതെല്ലാം നിർത്തിക്കോളാം. സബ് കോൺഷ്യസ് മൈൻഡിൽ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയൽ നിർത്തിയിട്ട് പകരം നിങ്ങൾ ഏതൊരു കാര്യമായിക്കോട്ടെ, എന്നെക്കൊണ്ട് പറ്റും, ഐ ക്യാൻ, ഐ വിൽ, ഞാനത് ചെയ്യും, ഐ എം ക്യാപ്പബിൾ, ഐ എം കോൺഫിഡൻറ്റ്, ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുകയും നിരന്തരം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട്, പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് നേടിയെടുക്കാനും സാധിച്ചെടുക്കാനും കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ മുറുകെ പിടിക്കേണ്ട 2 ടൂളാണ് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ്. നന്ദിയും ക്ഷമയും. നന്ദിയോട് കൂടിയിട്ട് ജീവിക്കുക, അതുപോലെ തന്നെ പഴയ വേദനകൾ വിട്ടുകൊടുക്കുക. കിട്ടിയതിനെല്ലാം നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക, ഫോർഗീവ് ചെയ്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക. നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് നിനക്കുള്ളിൽ ഉറങ്ങുന്ന ശക്തിയാണ്. നീ അതിന് പോസിറ്റീവ് വേർഡ്സ്, പോസിറ്റീവ് ഇമോഷൻസ്, ഫെയ്ത്ത് കൊണ്ടൊക്കെ നർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം അത്ഭുതകരമായിട്ട് മാറുന്നത് കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.